കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ AK ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുസി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം മാറിയില്ലേ? ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര്? സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരാണെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാൻ വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന പാചരവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെത്തി വന്നു പറഞ്ഞു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണ ചടങ്ങ് നടത്തേക്കാം. വന്ന കത്തിരോട് വലിയ കത്രയും നേരത്തെ മിഖായിലിട്ടൊരു കത്തുണ്ട്. ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചേ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി, ദേ
ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറമാധവൻ നാളെയോ? പന്നിയായി, പോത്തായി, കോഴിയായി. ആ പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞിത്ത. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചനൊന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി 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 പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി അവരവിടെ വലിയ നിലയില. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ, അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കുമോ കുഞ്ഞച്ച? അതില്ല. നീ വായിക്ക്. പാന്റ് ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും. കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ. മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും. ഇതെന്തത്? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചേടി. ദേ അവര് വന്നു കേട്ടോ, അങ്ങോട്ട് എന്നേ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേ. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണില്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ, ഓ ഒരു പരിഷ്കാരി. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും, എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവനടിച്ചിരിക്കുന്നു? സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോ? എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്. നിനക്കല്ല, അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ടാ എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിട്ട് ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും. അറിയാവല്ലോ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല, ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടാം. അല്ലയോടാ? റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10-15,000 രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരവ് എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഹായ് കുഞ്ഞച്ചൻ ചേട്ടൻ. ഇവനെ ഈ നേരത്തെ തന്നെ അതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെന്താ ഇവിടെ കാര്യം?
ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ? പിന്നെ ഇവൻ ഇവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തേ എന്നാ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് ഈ കിഴക്കമ്പലെ ഉണക്കമീനൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തേ? ആ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നെ അറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല കുഞ്ഞച്ചൻ ഇതിലൊന്നും കയറി ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടിയും നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പോശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പോശം? അല്ല ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോശം എന്ന് പറയുമ്പോ ഒരു നിന്നെ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. എന്നെയാണോ? ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കി തിന്ന് വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? നല്ല ഒന്നാമതരം പുഴ മീനാ, തട്ടേച്ച് പോയാ മതി. കുട്ടിയപ്പനപ്പോ അപ്പൊ കാണാം. ചെറുത് ഞാനപ്പം മുറി കാണും കേട്ടോ. അപ്പച്ചാ കുഞ്ഞച്ചൻ അങ്ങനെയാ, അവന് ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് അല്ല, ആലോചിച്ചു. ഒരക്കി പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കെട്ടവനെ. അല്ല അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ പോക്രി. നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവുകയല്ല. വാടാ വാ. അന്ന് പോയിട്ട് വരട്ടെ ഫാദറിലോ മദറിലോ. എങ്ങനെയുണ്ട്? കാലക്കി ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്, എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ച് നന്നാച്ചാ മതി. അല്ല അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? ഈ ചുരുത്തം കെട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് 2 വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാരെ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടാ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? ഓ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനുമൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഇവൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റും ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞു? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലവും ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ.
പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ മതി മതി. വേലിയിൽ ഇരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്ക്. വീട്ടുകാവലിന് ഒരു പട്ടിയെ വളർത്തിയതല്ലേ. ഭ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ, ചോറ് കൊടുത്ത് കഴിക്കുന്നതിനെ കടിക്കും. ഓ ഇപ്പൊ കുറ്റമല്ലേ എന്റെ നേർക്കായി. അവനെ പ്രാർത്ഥന വെല്ലിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യാളനാക്കാനും കൊണ്ടു നടന്ന ഞാനല്ലല്ലോ. ഇതെന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അല്ലേ ഒരു ഏനക്കേട് പറ്റിയപ്പോ അതിന്റെ മറുമരുന്ന് എന്നതാന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പോത്തിനെ കൊണ്ട് ഞാൻ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിൻ മുന്നിൽ വന്നു. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പോന്നുള്ളി നിൻ മുന്നിൽ വന്നു. മണവാട്ടിയായി നീ മലർമാല ചാത്തി തേനൂകും മോഹങ്ങളായി ചിരിമൂടി ഒളി വീശി നിന്നു. മോളിക്കുട്ടിയെ, അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില്ല. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായി പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചത്. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ എന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തിരിപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. ടീ ഉണ്ടോ മോളിക്കുട്ടി? വീടിക്ക് ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ മിക്കായല ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല ഞാൻ ഇവിടെ കണ്ട് വിളിച്ചു പോവാ. മോളിക്കുട്ടി നീ എന്റെ മോളിക്കുട്ടി നീ എന്തായി കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ ഓടി വായോ. ഒരു ചട്ടന്റെ കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ. മോളെ മോളിക്കുട്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനെ തിന്നാൻ പറ്റി. ആ കാലുമടങ്ങിന് എന്തിയെ? എടാ ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഏലിയാമ്മേ കൊലപാതകം പാവമാണ് ഏലിയാമ്മേ. സ്വന്തം പെമ്മക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്ത് അന്നോടോ തന്റെ ഒരു വേദോപദേശം? പോടോ, വിടോ, കൊല്ലും ഞാൻ അവനെ. ഇറങ്ങണ പള്ളി പുറത്ത്. എന്റെ അമ്മ നിനക്ക് അറിയാമല്ലോ. കൊട്ടി നിന്നെയൊക്കെ കൊടി കെട്ടി ചട്ടമ്പി വരാനാ അവന്റെ ഒരു നായി. നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണുകയല്ലടാ. മാറി ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഇടിച്ചൊതുക്കാൻ പറയടാ. നീ എല്ലാം തടഞ്ഞ് പോകലാ.
എടി, എടി, ഇങ്ങോട്ട് വരാൻ. വേണ്ട. നടക്ക്.